ഹലോ കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരത്ന, നിങ്ങളുടെ സ്വന്തം അനു മിസ്സാണ്. ഓക്കെ, അപ്പം എൻ്റെ കുട്ടികളെല്ലാവരും നിങ്ങളെ പുതിയ ചാപ്റ്ററിലേക്ക് പോവാണ് അല്ലേ? ഏതാണ് ചാപ്റ്റർടാ? യെസ്, പാർട്ട് നമ്പർ ഭാഗങ്ങളുടെ സംഖ്യകൾ. അപ്പോൾ പാർട്ട് നമ്പേഴ്സ്, ഭാഗങ്ങൾ എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഈ ചാപ്റ്ററിൽ എന്താണ് പഠിക്കാനുള്ളത് എന്നെ കുട്ടികൾക്ക് വേഗം മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ അതിൽ ഒരുപാട് പേർക്ക് ഇപ്പോഴും ഹാഫ് എന്താണ്, അതുപോലെ ക്വാർട്ടർ എന്താണ്, 3/4 എന്താണ് എന്നൊക്കെ കിട്ടാൻ കുറച്ച് പ്രയാസമാണല്ലേ. അപ്പം അതൊക്കെ നമുക്ക് ഈ ഒരൊറ്റ ക്ലാസ് കൊണ്ട് എന്താക്കണം, നമുക്ക് ക്ലിയർ ആക്കി മാറ്റണം. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഈ ചാപ്റ്റർ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഫുഡ് ഐറ്റംസുകളൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് എൻ്റെ മക്കൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യം തന്നെ മിസ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കുഞ്ഞ് സർക്കിൾ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പം എൻ്റെ മക്കൾക്ക് അറിയാമല്ലേ, നമ്മളെ കേക്കൊക്കെ പോലെ അല്ലേ, ബർത്ത്ഡേ കേക്ക് പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, അതേ ഇവിടെ നമുക്ക് റൗണ്ട് ഷേപ്പിൽ ഒരു കുഞ്ഞ് സർക്കിള് മിസ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഞാൻ നേരെ സെൻറ്ററിലൂടെ കേട്ടോ, ഇതേ സർക്കിളിൻ്റെ നേരെ സെൻറ്ററിലൂടെ ഞാൻ എന്ത് ചെയ്യാണ്, കറക്റ്റായിട്ട് നേരെ എന്ത് ചെയ്തു, ഞാൻ മുറിച്ചു. ഇതേ കറക്റ്റ് ഞാൻ എന്ത് ചെയ്തു, സർക്കിളിൻ്റെ സെൻറ്ററിലൂടെ ഞാൻ എന്ത് ചെയ്തു, അതിനെ മുറിച്ച് കളഞ്ഞു. അപ്പോൾ മുറിച്ചപ്പോൾ ഒരു വലിയ സർക്കിൾ എന്തായിട്ട് മാറി, 2 കഷ്ണങ്ങളായിട്ട് മാറി അല്ലേ, 2 പാർട്ടുകളായിട്ട് മാറി. അപ്പോൾ ഒരു കഷ്ണത്തെയാണ് ഞാൻ 2 ഈക്വൽ പാർട്സ് ആക്കി മുറിച്ചത് അല്ലേടാ. ദേ ഒരു കഷ്ണത്തെ മൊത്തം ഞാൻ 2 ഈക്വൽ പാർട്സുകളാക്കി മുറിച്ചു, തുല്യ ഭാഗങ്ങളാക്കി മുറിച്ചു. അതിൽ ഒരെണ്ണത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ദേ ഒരെണ്ണത്തിൽ 2 തുല്യ ഭാഗങ്ങളാക്കിയതിലെ നമ്മൾ ഒരു സർക്കിളിനെയാണ് 2 തുല്യ ഭാഗങ്ങളാക്കിയത്. അതിൽ ഒരെണ്ണത്തിനെ നമ്മൾ എങ്ങനെ പറയും, യെസ് അതാണ് 1/2 എന്ന് പറയുന്നത്. 2 കഷ്ണത്തിൽ ഒരാൾ, അത്രയേ ഉള്ളൂ കേട്ടോ. ഈ 2 കഷ്ണത്തിൽ ഒരാളാണ് 1/2. 2 പീസുകളുണ്ട് അല്ലേ, അതാണ് 1/2 എന്ന് പറയുന്നത്. അപ്പൊ താഴത്തതും എന്ത് തന്നെയായിരിക്കും, 1/2 ആണ്. 2 കഷ്ണത്തിൽ ഒരാളല്ലേ താഴെയുള്ളത്. ഈ 1/2നെയാണ് നമ്മൾ എന്ത് പറയുന്നടാ, യെസ് പകുതി അല്ലേ, അതിനെയാണ് പകുതി അല്ലെങ്കിൽ നിങ്ങൾ എന്ത് പറയുന്നത്, ഹാഫ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ശരിക്കും അറിയുവാണെങ്കിൽ ഹാഫ് ആക്കി, കൃത്യം ഹാഫ് ആക്കിയിട്ട് മുറിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓരോ കാര്യം നിങ്ങൾ ഫുഡ് എന്ത് വേണേ വിചാരിക്കാം, കേക്ക് ഹാഫ് ആക്കാം. ഈ ഒരു വലിയ സർക്കിൾ മാത്രമൊന്നും ആയിരിക്കില്ല കേട്ടോ, നിങ്ങൾക്ക് ഏത് രീതിയിലും എന്ത് വിചാരിക്കാം. വേറെ എന്താ, ഒരു സമൂസയാണെങ്കിൽ ആ സമൂസനെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് കറക്റ്റ് ഹാഫ് ആക്കാം അല്ലേ. ഒരു സമൂസേനെ ഞാൻ ഈക്വൽ പീസാക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ഇതേപോലെ സെൻറ്ററിലൂടെ കട്ട് ചെയ്യേണ്ടി വരും. അപ്പം എന്തായി, തുല്യമായിട്ടുള്ള 2 കഷ്ണങ്ങൾ കിട്ടും. അതിലൊരാളാണ് ആര്, 1/2 പകുതി എന്നൊക്കെ പറയുന്നത് ഇല്ലേടാ. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഞാനിപ്പോൾ 2 പാർട്ടാക്കുന്നതിന് പകരമായിട്ട് 3 പീസാക്കിയെങ്കിലോ, ഈ ഒരു സർക്കിളിനെ ഞാൻ 3 കഷ്ണങ്ങൾ, തുല്യമായിട്ടുള്ള 3 കഷ്ണങ്ങളാക്കി മുറിച്ചു അല്ലേ. നിങ്ങളൊന്ന് ആലോചിക്കുക, പിസ്സ ഇല്ലേ, പിസ്സ അതൊക്കെ ഇങ്ങനെ മുറിക്കുന്ന പോലെ ഞാൻ ഒരു സർക്കിളിന് എന്ത് ചെയ്തു, 3 പേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് തുല്യമായിട്ട് ഭാഗിച്ചു. അപ്പോൾ ഒരെണ്ണം 3 കഷ്ണങ്ങളായി ഇല്ലേടാ. അതിലൊരു കുഞ്ഞു പീസിനെ ഞാൻ എങ്ങനെ സൂചിപ്പിക്കും, അതിലുള്ള ഒരു കുഞ്ഞു പീസ് ഇതാ ഈ ഒരു പീസ് ഞാൻ എങ്ങനെ സൂചിപ്പിക്കും, 3 എണ്ണത്തിൽ ഒരാൾ അല്ലേ. 3 എണ്ണത്തിൽ ഒരാൾ എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, 3 എണ്ണത്തിൽ ഒരാൾ എന്നുള്ളത് നമുക്ക് 1/3 എന്ന് എഴുതാം അല്ലേ, 1/3 എന്ന് എഴുതാം. ഓക്കെ, അതുപോലെ തന്നെയല്ലേ ബാക്കിയുള്ള 2 പീസുകൾ അല്ലേ. ദേ നമുക്ക് തുല്യമായി ഭാഗിച്ച 3 എണ്ണത്തിൽ ഓരോ പീസുകളാണ് ദേ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിൽ ഒരു പീസാണ് ആര് വരിക, 1/3. അപ്പൊ 2 പീസാക്കിയാൽ 1/2, 3 പീസാക്കിയാൽ 1/3. അങ്ങനെയാണെങ്കിൽ 4 പീസുകളാക്കിയാലോ, 4 തുല്യ ഭാഗങ്ങളാക്കിയാല് നമ്മള് ഒന്നിനെ ഈക്വൽ ആയിട്ടുള്ള 4 തുല്യ ഭാഗങ്ങളാക്കിയതിൽ ഒരാളെ ഞാൻ എങ്ങനെ എഴുതും, അതിലുള്ള ഒരാൾ ഇല്ലേടാ. ഈ ഒരൊറ്റ പീസിനെ എനിക്ക് എങ്ങനെ എഴുതാം, യെസ് എങ്ങനെ എഴുതാം, 1/4 എന്ന് എഴുതാം അല്ലേ. 1 അല്ലേ, 4ൽ 1 ഭാഗം, 4 പീസുകളിൽ 1 ഭാഗം. അതുപോലെ തന്നെയായിരിക്കും ബാക്കിയുള്ള ഓരോ പീസും വരും അല്ലേ, 1/4 1/4 1/4. ശരിയല്ലേടാ. അപ്പൊ ഈ 1/4 എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് നോക്കിക്കേ, നേരത്തെ നമ്മൾ പകുതി ആക്കിയിട്ടില്ലായിരുന്നോ, ഹാഫ് ആക്കിയിട്ടില്ലായിരുന്നു ഒരു സർക്കിളിനെ ഇല്ലേടാ. നമ്മൾ
ഒരു സർക്കിളിനെ ഹാഫ് ആക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ, നേരെ എന്താക്കിയിട്ടുണ്ടായിരുന്നു, പകുതി ആക്കിയിട്ടുണ്ടായിരുന്നു. അതിനെ വീണ്ടും ഞാൻ എന്താക്കിയപ്പോൾ, പകുതി ആക്കിയപ്പോഴാണ് എനിക്ക് എന്ത് കിട്ടിയത്. ഇപ്പം ഞാൻ വരച്ചതിൽ കുറച്ചെന്തൊക്കെയോ പകുതിയുടെ മിസ്റ്റേക്കുകൾ ഉണ്ട് കേട്ടോ. അപ്പം എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നോക്കിയാൽ മതി കേട്ടോ. ഇപ്പം ഏകദേശം നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റ് ആക്കാം അല്ലേ. അപ്പം നോക്കട്ടെ, ആ ഒരു സർക്കിളിനെ പകുതിനെ വീണ്ടും ഞാൻ മുറിച്ചപ്പോഴാണ് എനിക്ക് 4 പീസുകളായത്, ഈക്വൽ ആയിട്ടുള്ള 4 പീസുകൾ. അപ്പോൾ ഹാഫിനെ വീണ്ടും പകുതിയാക്കിയപ്പോഴാണ് എനിക്ക് 1/4 കിട്ടിയത് അല്ലേ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്വാർട്ടർ എന്ന് പറയുന്നത് അല്ലേ, ക്വാർട്ടർ. അപ്പോൾ ഈ ക്വാർട്ടർ ഒക്കെ നിങ്ങൾ പഠിക്കുന്ന കാര്യം. ശരിക്കും പറയുവാണെങ്കിൽ നിങ്ങൾ മന്തിയൊക്കെ കഴിക്കാൻ പോയാൽ ഹാഫ് മന്തി, ക്വാർട്ടർ മന്തി എന്നൊക്കെ പറയും. ക്വാർട്ടർ മന്തി എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് കഴിക്കാനുള്ളതാ. ഫുൾ മന്തി എങ്ങനെയാ, 4 പേർക്കൊക്കെ കഴിക്കാനുള്ളതായിരിക്കും. ഹാഫ് എന്ന് പറഞ്ഞാൽ 2 പേർക്ക് മാത്രം കഴിക്കാനുള്ളതായിരിക്കും. അതാ ഞാൻ പറഞ്ഞ ഫുഡ് ഐറ്റം വെച്ചിട്ടും നിങ്ങൾക്ക് എന്ത് പഠിക്കാം, ഭാഗങ്ങളുടെ സംഖ്യകൾ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇവിടെ ഹാഫ് പഠിച്ചു. ഇവിടെയാണ് എന്ത് കിട്ടിയത്, നമുക്ക് ക്വാർട്ടർ കിട്ടിയത്, ക്വാർട്ടർ. ഓക്കെ, അപ്പൊ ക്വാർട്ടർ എന്താണ് എന്നുള്ളത് എൻ്റെ മക്കൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമ്മൾ ഈ ഒരു സർക്കിളിൽ മാത്രമാണോ ചെയ്യാൻ വേണ്ടി പറ്റുക? അല്ല കേട്ടോ. എൻ്റെ കയ്യിൽ ഒരു വലിയൊരു കയറുണ്ട്. അപ്പൊ ആ കയറിനെയും ഞാൻ എന്ത് ചെയ്യാം, നേരെ പകുതിയാക്കി. കാരണം ഞാൻ ഒരു സിസേഴ്സ് യൂസ് ചെയ്തിട്ട് നേരെ പകുതിയാക്കിയെങ്കിൽ 2 ഈക്വൽ പാർട്സ് കിട്ടിയില്ലേ. അതിലൊരു ഭാഗത്തിന് എനിക്ക് എന്ത് വിളിക്കാം, 1/2 എന്ന് പറയാം. പറഞ്ഞൂടെ, പകുതി ഭാഗം അല്ലേ, 1/2 ഹാഫ് ആക്കി. ഇതിനെ ഞാൻ വീണ്ടും പകുതിയാക്കിയാലോ, ഞാൻ അതിനെ വീണ്ടും കുഞ്ഞു കഷ്ണങ്ങളാക്കി വീണ്ടും പകുതിയാക്കി. അപ്പം നോക്കിക്കേടാ, ഈ ഒരു ചെറിയ പീസ് എനിക്ക് എന്താണ്, ഹാഫ് ആക്കിയതിന് വീണ്ടും പകുതിയാക്കിയാൽ എന്താകും, കുഞ്ഞു പീസാണ് 1/4 ഇല്ലേ. ഇതും 1/4 ആയിരിക്കും, ഇതും 1/4 ആയിരിക്കും, ഇതും 1/4 ആയിരിക്കും. 4ൽ ഒരെണ്ണം അല്ലേ, 4 പീസാക്കിയതിൽ ഒരാൾ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സർക്കിൾ മാത്രമല്ല, ഇപ്പോൾ നമുക്കൊരു റോപ്പാണെങ്കിൽ അല്ലെങ്കിൽ കയറാണെങ്കിലും ആക്കാം. ഏതാണെങ്കിലും നിങ്ങൾക്ക് തുല്യമായിട്ടുള്ള ഭാഗങ്ങളാക്കിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പാർട്ടുകളാക്കിയിട്ട് നിങ്ങൾക്ക് ഭിന്നസംഖ്യകൾ ഫ്രാക്ഷൻസ് യൂസ് ചെയ്തിട്ട് മാത്തമാറ്റിക്കൽ രീതിയിൽ എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു പാർട്ട് നമ്പർ എന്നുള്ള ചാപ്റ്ററിൽ കൂടുതലായിട്ടും ഫ്രാക്ഷൻസും അതേപോലെ തന്നെ പാർട്ട് നമ്പറെ കുറിച്ചൊക്കെ നമുക്ക് ഇങ്ങനെ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ നമുക്ക് എന്താക്കണം, സെറ്റ് ആക്കണം. ആദ്യം തന്നെ എൻ്റെ മക്കളെ ഹാഫ് എന്താണെന്നും ക്വാർട്ടർ എന്താണെന്നുള്ളതൊക്കെ ഫിക്സ് ചെയ്തിട്ട് വേണം ഈ ചാപ്റ്ററിലേക്ക് പോകാൻ. അപ്പോൾ ഇത് ഈ ചാപ്റ്ററിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുണ്ട്. അതൊക്കെ ആയിട്ട് മിസ് അടുത്തൊരു ക്ലാസ്സിൽ വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ, സീ യു.